ഏകാന്ത തടവിന് വിധിക്കപ്പെട്ട് തടവിലായിരുന്നു ഷാനൻ എന്ന യുവതി. കടുത്ത നിരാശതയിലൂടെ കടന്നുപോയ നാളുകളൊന്നിൽ ജീവിതം അവസാനിപ്പിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു അവൾ. താൻ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ തനിക്ക് ഒരടയാളം നൽകണമെന്ന് അവസാനമായി അവൾ ദൈവത്തോട് ആവശ്യപ്പെട്ടു. പ്രാർത്ഥന തീരുന്നതിന് മുൻപ് അവളുടെ സെല്ലിൽ ആരോ ഒരാൾ വന്ന് മുട്ടി വിളിച്ചു. ഗോഡ് ബിഹൈൻഡ് ബാർസ് എന്ന ജയിൽ മിനിസ്ട്രിയിലെ വോളണ്ടിയർ ആയിരുന്നു അത്. നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഒരു പാക്കേജ് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ആ വോളണ്ടിയർ പോയി. ദൈവം തൻ്റെ പ്രാർത്ഥന കേട്ടുവെന്നും താൻ ജീവിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നുവെന്നും ഷാനൻ മനസ്സിലാക്കി. ഇന്ന് തന്നെപ്പോലെ നിരാശതയിൽ ജയിലിൽ കഴിയുന്നവർക്ക് പ്രത്യാശയുടെ വെളിച്ചം പകരുകയാണ് ഈ യുവതി. ഷാനനിനെ പോലെ ആയിരക്കണക്കിന് പേരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതിൻ്റെ കഥകളാണ് ഗോഡ് ബിഹൈൻഡ് ബാർസ് എന്ന സന്നദ്ധ സംഘടനയ്ക്ക് പറയാനുള്ളത്. വിവിധ കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടവരും സാത്താൻ ആരാധകർ പോലും ഇവരുടെ പ്രവർത്തനങ്ങളിലൂടെ മാനസാന്തരത്തിലേക്കും പുതുജീവിതത്തിലേക്കും വരുന്നുണ്ട്. കൊലപാതക ജയിൽവാസത്തിനിടയിലും മോചിതരായ ശേഷവും തടവുകാരുടെ വിശ്വാസം വളർത്തിയെടുത്ത് അവരുടെ ജീവിതം പുനഃസ്ഥാപിക്കാൻ പ്രവർത്തിക്കുന്ന ദേശീയ ജയിൽ മിനിസ്ട്രിയാണ് ഗോഡ് ബിഹൈൻഡ് ബാർസ്. വിവിധ ജയിലുകളിൽ കഴിയുന്ന 2.3 ദശലക്ഷത്തിലധികം ആളുകൾക്ക് ഇവരുടെ സേവനം ലഭ്യമാകുന്നുണ്ട്. തടവുകാരെ യേശുവിനെ പരിചയപ്പെടുത്തുക എന്നതാണ് തങ്ങളുടെ ദൗത്യമെന്ന് മിനിസ്ട്രിയുടെ ഇന്നോവേഷൻ ഡയറക്ടർ ഐസക് ഹോൾട്ട് പറഞ്ഞു. തടവുകാർക്കൊരു ടാബ്ലറ്റിൽ സംഗീതവും പ്രഭാഷണങ്ങളും കേൾക്കാനും ദൈവത്തെ ആരാധിക്കാനും കഴിയുന്ന ഒരു ആപ്പ് 2021 ഇവർ പുറത്തിറക്കിയിരുന്നു. നിരാശതയുടെ ഇരുട്ട് വ്യാപിച്ച ഇടങ്ങളിൽ പ്രത്യാശയുടെ തിരികൾ തെളിച്ച് മുന്നേറുകയാണ് ദൈവരാജ്യത്തിനു വേണ്ടി ആത്മാക്കളെ നേടുക എന്ന ഏക ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഈ സംഘടന.